നമസ്കാരം. ഞാൻ അശ്വതി, ആലുവ ദേശം കുന്നംപുറത്തു നിന്ന് വരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരസ്യത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. കാരണം ഇപ്പം കൗബീരം മുതൽ കർച്ചീഫ് വരെ പരസ്യത്തിലൂടെ വിറ്റഴിക്കുന്ന കാലമാണ്. അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു സാധനം ഫ്രീ ഉണ്ടോയെന്ന് പറഞ്ഞാലോ പറയുകയും വേണ്ട. സ്പൂണിൻ്റെ കൂടെ പാഷാണം ഫ്രീ എന്ന് പറഞ്ഞാൽ അപ്പം നമ്മളവിടെ ഓടിയെത്തും. കാരണം കിട്ടുന്ന പാഷാണമാണെന്ന് ചിന്തിക്കില്ല, ഫ്രീ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ സന്തോഷം. അങ്ങനെ നമ്മളെല്ലാത്തിനും ഫ്രീ കാണുന്നതും ഈ പരസ്യത്തിലൂടെ മാത്രം വിറ്റഴിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വേറൊരു കാര്യമുണ്ട്. എന്താണെന്നല്ലേ നിങ്ങളെല്ലാവരും ഇപ്പം ചിന്തിക്കുന്നത്? അതിനെ എക്സ്പീരിയൻസ് എന്ന് പറയും. ഇത് ഏറ്റവും കൂടുതൽ നമ്മളെ വലയ്ക്കുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ജോലി അന്വേഷിച്ച് നടക്കുമ്പോഴാണ്. ഈ ജോലിയുടെ കാര്യം പറഞ്ഞപ്പോഴാട്ടോ ഞാൻ ഓർത്തത്. ഞാനും ഒരിക്കലും ഒരു ജോലി അന്വേഷിച്ച് നടന്നു. ഈ ജോലി അന്വേഷിച്ച് നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിൽ നോക്കി ഫുഡ് ഓർഡർ ചെയ്യുന്ന പട്ടിക്കുട്ടിയുള്ള കാലമാണ്. അപ്പോഴാണ് ഞാൻ ജോലി അന്വേഷിച്ച് നടക്കുന്നത്. അതാണെങ്കിലോ എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാം ക്ലാസ്സാണ്. 10ാം ക്ലാസ് അത്ര കുറഞ്ഞ വിദ്യാഭ്യാസമൊന്നും അല്ല കേട്ടോ. MAക്ക് 2 അക്ഷരമേ ഉള്ളൂ, PIക്ക് 2 അക്ഷരമേ ഉള്ളൂ, MBAക്ക് 3 അക്ഷരമേ ഉള്ളൂ. ഈ SSLC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാസ്സായാലും ഫെയിലായാലും 5 അക്ഷരമുണ്ട്. എങ്ങനെ? SSLC പാസ്സാണെങ്കിൽ P, ഫെയിലാണെങ്കിൽ F. അപ്പം എങ്ങനെ? 5 അക്ഷരമുള്ള വിദ്യാഭ്യാസമാണ് എനിക്കുള്ളത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. എനിക്ക് ഈ വിദ്യാഭ്യാസം കുറഞ്ഞു പോയെന്നുള്ള തോന്നലൊന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന അക്ഷരങ്ങൾ മാത്രമേ അതിൻ്റെ മുന്നോട്ട് പഠിക്കണുള്ളൂ. അതിനപ്പുറത്തേക്ക് ആരും ഒരു അക്ഷരം കണ്ടുപിടിച്ചേട്ടെ എനിക്കറിയാൻ പാടില്ല കേട്ടോ. അത് കാരണം കൊണ്ട് ഈ പഠിക്കുമ്പോഴത്തേക്ക് നീ വെച്ചതല്ല നമ്മൾ പഠിക്കുന്നത്. അതുപോലെ ഞാനൊരു ജോലി അന്വേഷിച്ച് ഇങ്ങനെ പോവുകയാണ്. മുട്ടുവിൻ തുറക്കപ്പെടുമെന്നാണല്ലോ. ഞാൻ മുട്ടിക്കൊണ്ടേയിരുന്നു, ആരും തുറന്നില്ല. അവസാനം എനിക്കും കിട്ടിയൊരു ജോലി കേട്ടോ. ഒരു പമ്പിൻ്റെ വാതിൽ എനിക്ക് വേണ്ടി തുറന്നു. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും അല്ലേ, പമ്പിന് എവിടെ വാതിലെന്ന്? അതൊക്കെ ഉണ്ട്, എൻ്റെ പമ്പിന് വാതിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചെന്നു, പമ്പിലെത്തി. പിറ്റേന്ന് ഞാനുണ്ടല്ലോ ജോലിക്ക് പോവാണ്. പട്ടുസാരിയൊക്കെ ഉടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ച് ടാറ്റയുടെ കമ്പനിയിലെ മാനേജറായിട്ട് ജോലി കിട്ടിയ പദവിയിലാണ് ഞാൻ പിറ്റേന്ന് ജോലിക്ക് പോയത്. കാരണം എനിക്ക് അത്ര സന്തോഷമായിരുന്നതേ. ഞാൻ അവിടെ ചെന്നു, മാനേജർ എനിക്ക് ജോലിയൊക്കെ പറഞ്ഞു തന്നു. കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ ആ ജോലിയൊക്കെ പഠിച്ചെടുത്ത്. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേന് ആ പമ്പ് എന്നെ ഒന്നും കാണാൻ പാടില്ലാത്തല്ലോ പുരുഷാരം വന്നങ്ങ് നിറഞ്ഞ്. എന്താ കാര്യം? ഒരു പെണ്ണ് പെട്രോൾ അടിക്കാൻ നിൽക്കുകയാണ്, വരാതിരിക്കുവോ ആൾക്കാര്? ഞാൻ നോക്കുമ്പോഴത്തേക്കിനുണ്ടല്ലോ പിന്നീട് ഞാൻ എന്താ അറിഞ്ഞെന്നറിയാമോ? വണ്ടി ഇല്ലാത്തവര് അടുത്ത വീട്ടിലെ വണ്ടി വരെ എടുത്തോണ്ടൊന്ന് പെട്രോൾ അടിച്ച് കൊടുത്തുന്നാണ് ഞാൻ കേട്ടത്. വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ല സെയിലുണ്ടായിരുന്നു പമ്പില്. മാനേജറുടെ മനസ്സിലൊരു ലഡു പൊട്ടി. മാനേജർ പിറ്റേന്ന് തന്നെ എവിടുന്നോ 2 പെണ്ണുങ്ങളും കൂടെ തപ്പിക്കൊണ്ട് വന്നു. എനിക്ക് സന്തോഷമായി, കാരണം ഒറ്റയ്ക്ക് നിൽക്കണ്ടല്ലോ, 2 പേരും കൂടെ ആയല്ലോ. ഞങ്ങൾ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം ഒരു ചേട്ടൻ രാവിലെ വന്നു പെട്രോൾ അടിക്കാൻ. ഈ ചേട്ടനെ എൻ്റെ ഈ മുഖത്ത് നോക്കിയിട്ട് എന്നോട് പറയുക, സുന്ദരിയായിരിക്കുന്നെന്ന്. ഞാൻ പറയട്ടെ, എൻ്റെ ഈ പ്രായത്തിനിടയ്ക്ക് അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് ആദ്യമായിട്ട് ആത്മാർത്ഥമായിട്ട് ഒരാളെ കെട്ടിപ്പിടിക്കണമെന്ന് തോന്നിയത് അങ്ങനെയാ. പക്ഷെ ഞാൻ ചെയ്തില്ല. എന്താ കാരണം? ഞാൻ ഈ ചേട്ടനെ ഒരു പ്രാവശ്യം കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ബാക്കി നിൽക്കുന്ന 100-150 ചേട്ടന്മാരെ എന്നെ കെട്ടിപ്പിടിക്കും. അവസാനം മാനേജർ എന്നോട് പെട്ടിയും കിടക്കെ എടുത്തോളാൻ പറയും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് അവിടെ നിന്നു. ഇങ്ങനെ ഞങ്ങൾ കുറേ കാലം അങ്ങ് തുടർന്ന് പോകുമ്പോൾ ഞങ്ങളുടെ ആ പമ്പിൽ ഡീസൽ അടിക്കാൻ എന്നും ഒരു പ്രൈവറ്റ് ബസ് വരുമായിരുന്നു. അതിനകത്തെ എനിക്കിപ്പോഴും അത് ഓർക്കുമ്പോൾ അങ്ങ് നാണം വരിക. അതിനകത്തെ ആ ഡ്രൈവറുണ്ടല്ലോ, എന്തോരം സ്നേഹമാണെന്നറിയാവോ. അവളോടൊക്കെ അങ്ങോട്ട് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പറയണ്ട, നിർത്താൻ തോന്നൂല, അത് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷേ അതിന് നേരെ വിരുദ്ധമായിട്ടൊരു കണ്ടക്ടർ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇങ്ങേരെന്താ എന്ന് ചൊറിയണമാണോ കറി വെച്ച് കൂട്ടുന്നതെന്ന്. അമ്മ അതിന് ഉറച്ചില്ലാന്ന് അങ്ങേർക്ക്. അത് മാത്രമോ, എന്നെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ അങ്ങേർക്ക് ചെകുത്താൻ കുരിശ് കാണുന്ന പോലെ എന്നൊക്കെ പറയില്ലേ, അതേമാതിരിയാണെന്ന്. ഈ പുള്ളിയുടെ മട്ടും ഭാവമൊക്കെ കണ്ടാലേ ഞാൻ അങ്ങേരുടെ സ്വത്തും മൂലമൊക്കെ എൻ്റെ കള്ള ഉപ്പിട്ട് വാങ്ങിച്ച പോലെയാണ്. ഇത് കുറേ കാലം ഇങ്ങനെ തുടർന്നു കേട്ടോ. അപ്പം എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടായി, ഇങ്ങേർക്ക് മാത്രമല്ല ദേഷ്യം, എന്താ ഇങ്ങേർക്ക് പഞ്ചായത്തിൽ നിന്ന് എഴുതി കൊടുത്തിരിക്കുകയാണ് ദേഷ്യം. എനിക്കെന്താ ദേഷ്യം വന്നാൽ കൊള്ളൂലേ? ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വലിയേട്ടനോട് പറഞ്ഞു, നമുക്ക് അങ്ങേർക്കൊരു പണി കൊടുക്കണം. വലിയേട്ടൻ പറഞ്ഞു, അതൊക്കെ ശരിയാവുമോ? ഞാൻ ഒറ്റക്കാലം നിന്നു. ഞാൻ എൻ്റെ വീട്ടിലെ ഇളയ പെണ്ണാണ്, ഒറ്റ പെണ്ണേ ഉള്ളൂ. പക്ഷേ എൻ്റെ വലിയേട്ടൻ ആദ്യം ഒന്ന് മടിച്ചെങ്കിലും ഉണ്ടല്ലോ എന്നോട് പറഞ്ഞു. അതിൻ്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങേർക്ക് കൊടുക്കാനുള്ള പണിയും ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ വലിയേട്ടൻ പറഞ്ഞു, മോളെ ഇത് കാശ് ചിലവുള്ള കാര്യമാണ്, അവസാനം ഇത് നിനക്ക് പണിയാവരുതെന്ന് പറഞ്ഞു.
ഞാൻ സമ്മതിച്ചില്ല, ഒറ്റക്കാലേ നിന്നു. പെണ്ണൊരുമട്ട ബ്രഹ്മനും തടുക്കില്ലെന്നാണല്ലോ. അവസാനം ഞങ്ങൾ അങ്ങേർക്ക് ഒരു പണി കൊടുക്കുക തന്നെ ചെയ്തു. ഒരു 8ന്റെ പണിയല്ല, 18ന്റെ പണിയല്ല, ഒരു 28ന്റെ പണി തന്നെ ഞങ്ങൾ അങ്ങേർക്ക് കൊടുത്തു. ഇപ്പം അങ്ങേരെ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, മോളേന്ന് മാത്രമേ വിളിക്കുള്ളൂ. അതിൻ്റെ മുമ്പിൽ അങ്ങേരെ എന്തെങ്കിലും വിളിക്കുന്നുണ്ടോ എന്നുള്ളത് ഇപ്പോഴും എനിക്കറിയില്ല കേട്ടോ. പക്ഷെ മോളേന്നേ വിളിക്കുന്നു, ഞാൻ കേൾക്കുന്ന അത് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഈ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും അല്ലേ, ഞാൻ എന്തായിരിക്കും ആ പണി അങ്ങേർക്ക് കൊടുത്തിട്ടുണ്ടാവാന്ന്. ഞാൻ അങ്ങേരങ്ങ് കല്യാണം കഴിച്ചു. അപ്പം ഈ പുള്ളി എന്നെ മോളേന്ന് വിളിക്കണ്ടേ? വിളിച്ചില്ലെങ്കിലേ ഞം ഞം ഗോവിന്ദ. Once upon a time